നമസ്കാരം. മഹാഭാരത കഥ പറഞ്ഞു പോകുമ്പോൾ അതിൽ ഏകലവ്യനെ ഒഴിച്ചു നിർത്തി പറയുന്നത് ഉചിതമായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. തീർത്തും ആവശ്യം വേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഇത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ ഏകലവ്യൻ്റെ കഥ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഹസ്തിനപുരിയിൽ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കുരുവംശ രാജകുമാരന്മാരെ രഹസ്യവിദ്യകൾ ഉൾപ്പെടെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിപ്പിക്കുന്ന ആ സമയം അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും രാജകുമാരന്മാർ അസ്ത്രവിദ്യ പഠിക്കാനായിട്ട് ദ്രോണരുടെ നേതൃത്വത്തിൽ അസ്ത്രവിദ്യ പഠിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുമായിരുന്നു. കർണനും ആ കൂട്ടത്തിൽ ദ്രോണരുടെ ശിഷ്യനായിട്ട് അസ്ത്രവിദ്യ അഭ്യസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ കാട്ടാള രാജാവായിരുന്ന ഹിരണ്യധനുസിൻ്റെ മകനായിരുന്ന ഏകലവ്യൻ അസ്ത്രവിദ്യ പഠിക്കാനായിട്ട് ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു. രാജകുമാരന്മാരുടെ അന്തസ്സിനെ കരുതിയിട്ട് കാട്ടാളൻ്റെ രാജാവിൻ്റെ മകനെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ ദ്രോണാചാര്യൻ തയ്യാറായില്ല. ഏകലവ്യനാകട്ടെ ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് തിരികെ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഏകലവ്യൻ തിരിച്ച് കാട്ടിൽ ചെന്നിട്ട് കളിമണ്ണ് കൊണ്ട് ദ്രോണാചാര്യരുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. ആ പ്രതിമയെ തൻ്റെ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വർദ്ധിച്ച വീര്യത്തോടെ ഈ ഒരു വിദ്യ സ്വായത്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായിട്ടുള്ള ഗുരുഭക്തി കൊണ്ടും നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ടും അസ്ത്രവിദ്യകളിൽ ഏകലവ്യൻ അഗ്രഗണ്യനായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കുരുവംശ രാജകുമാരന്മാർ നായാട്ടിനായിട്ട് കാട്ടിലെത്തുകയാണ്. ആ ഒരു സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു വേട്ടപ്പട്ടിയും ഉണ്ടായിരുന്നു സംഘത്തിൻ്റെ മുന്നിലായിട്ട്. ഇടയ്ക്കെപ്പോഴും സംഘത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച നായ ഏകലവ്യൻ അസ്ത്രവിദ്യ പരിശീലിക്കുന്ന ഇടത്തേക്ക് യാദൃശ്യമായിട്ട് ചെന്ന് എത്തുകയാണ്. ഇത് കണ്ടിട്ട് ഏകലവ്യൻ്റെ പരിശീലനം കണ്ടിട്ട് നായ ഉച്ചത്തിൽ കുരച്ചു. നായയുടെ കുര കേട്ട് തിരിഞ്ഞു നോക്കിയ ഏകലവ്യൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായയുടെ വായ ലക്ഷ്യമാക്കിയിട്ട് ഒന്നിന് പുറകെ ഒന്നായി 7 അസ്ത്രങ്ങൾ എയ്തു കൊള്ളിച്ചു. അമ്പേറ്റ നായ അമ്പരന്ന് തിരിച്ച് രാജകുമാരന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അവരാ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഞെട്ടലും അത്ഭുതവുമാണ് അവരിലുണ്ടായത്. ഇത്രയും കൃത്യമായിട്ട് ഒരേ ഇടത്തേക്ക് അമ്പെയ്ത് കൊള്ളിക്കാൻ തക്കവിധം കഴിവുള്ള ആ അസ്ത്രവിദ്യ നൈപുണ്യം നേടിയ ആളാരാണെന്ന് അവർ ചിന്തിച്ചു. ഇത്രയും അത്ഭുതകരമായ തരത്തിൽ അമ്പെയ്ത് കൊള്ളിച്ച ആ വില്ലാളിയെ തേടി അവർ കാട്ടിലാകെ നടന്നു. ഒടുവിൽ അമ്പെയ്ത് പരിശീലനം നടത്തുന്ന ഏകലവ്യനെ അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. പക്ഷേ അവർക്ക് ആളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. താൻ കാട്ടാള രാജാവായ ഹിരണ്യധനുസിൻ്റെ മകനാണെന്നും ദ്രോണാചാര്യരാണ് തൻ്റെ ഗുരുനാഥൻ എന്നുമുള്ള വിവരങ്ങൾ അവരിൽ നിന്ന് രാജകുമാരന്മാർ മനസ്സിലാക്കി. അവർ തിരികെ ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ ഈ കണ്ട വിവരങ്ങളെല്ലാം തന്നെ ദ്രോണാചാര്യരോട് പങ്കുവച്ചു. ഇത്രയും അസാമാന്യമായിട്ടുള്ള പ്രതിഭ ഏകലവ്യൻ പ്രകടമാക്കിയതിൽ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകുലനായത് അർജുനൻ തന്നെയായിരുന്നു. അർജുനൻ തൻ്റെ ഗുരുനാഥനോട് ഇങ്ങനെ പറഞ്ഞു: ഗുരുനാഥ, അങ്ങൊരിക്കൽ പറഞ്ഞിരുന്നില്ലേ അങ്ങയുടെ ശിഷ്യരിൽ ഏറ്റവും സമർത്ഥൻ ഞാനായിരിക്കുമെന്ന്? എന്നിട്ട് ഇപ്പോഴും ആ ഏകലവ്യൻ്റെ സാമർഥ്യം കണ്ടില്ലേ? അങ്ങ് തന്നെയല്ലേ അവരുടെയും ഗുരു? അർജുനൻ്റെ ഈ ആശങ്കാകുലമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ദ്രോണർ ചിന്താമഗ്നനായി. അല്പമൊന്ന് ആലോചിച്ചിട്ട് ഉറച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് ദ്രോണാചാര്യർ അർജുനനെയും കൂട്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. അസ്ത്രവിദ്യ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകലവ്യനെ വളരെ ദൂരെ നിന്ന് തന്നെ ഇരുവരും കണ്ടു. ഗുരുനാഥനെ കണ്ടപ്പോൾ തന്നെ ഏകലവ്യൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ പാദനമസ്കാരം ചെയ്തു. തൻ്റെ മുന്നിൽ കൂപ്പുകൈയോടെ നിൽക്കുന്ന ഏകലവ്യനോട് ദ്രോണർ പറഞ്ഞു: മിടുക്കൻ, നീ എൻ്റെ ശിഷ്യനായതിനാൽ എനിക്ക് ഗുരുദക്ഷിണ തരേണ്ടതുണ്ട്. കൃതജ്ഞതയോടെ ഇതെല്ലാം കേട്ടു നിന്ന ഏകലവ്യൻ പറഞ്ഞു: ഗുരുനാഥ, അങ്ങേക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എങ്കിലും ഞാൻ എന്താണ് വേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചോളൂ. അർജുനൻ്റെ പരിദേവനം മനസ്സിലുള്ള ദ്രോണർ വളരെ ബുദ്ധിപൂർവം ഏകലവ്യൻ്റെ വലത് കൈയിലെ തള്ളവിരൽ ഗുരുദക്ഷിണയായിട്ട് ആവശ്യപ്പെടുന്നു. ഗുരുനാഥൻ്റെ ക്രൂരമായിട്ടുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ടും വളരെ സന്തോഷത്തോടെ ഏകലവ്യൻ അത് നിറവേറ്റുകയാണ് ചെയ്യുന്നത്. പെരുവിരൽ നഷ്ടപ്പെട്ട ഏകലവ്യൻ അസ്ത്രാഭ്യാസം തുടർന്നുവെങ്കിലും പഴയ ആ കൈവേഗത വീണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. അത് തന്നെയായിരുന്നു ദ്രോണരും ആഗ്രഹിച്ചത്. ഈ ഒരു സന്ദർഭത്തിൽ അധർമ്മം പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? ദ്രോണരോ അർജുനനോ അതോ രാജകൊട്ടാരത്തിൽ അസ്ത്രവിദ്യ പഠിക്കാനായിട്ട് തേടി ചെന്ന ഏകലവ്യൻ തന്നെയോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ.